നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയ വിവരം ഇന്നലെ ഒഫീഷ്യലായിട്ട് സാൻഡോസ് അറിയിച്ചിരുന്നല്ലോ. ഇപ്പോൾ അദ്ദേഹം ഇതാ വർക്കൗട്ടൊക്കെ തുടങ്ങി കൂടുതൽ മികവിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ. പരിക്കിൽ നിന്ന് റിക്കവറായി വരുന്നേയുള്ളൂ. ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തിൽ കളിക്കളത്തിൽ ഇറങ്ങാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ഇത് ഇപ്പോഴേ വർക്കൗട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കേണ്ടായി, സ്പോർട്ട് ടി വിയുടെ അവാർഡ് ലഭിക്കേണ്ടായി. ഡോയ് ഗോൾ എന്ന് പറയുന്ന അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ബ്രസീലിയറോ സീരിയയിൽ ഡിസംബർ മാസത്തിലെ ടോപ്പ് സ്കോററായതിന് കിട്ടിയിട്ടുള്ള അവാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ഓരോ ചെറിയ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ ആഘോഷിക്കുന്നു. വലിയ രൂപത്തിലുള്ള ദൃഢനിശ്ചയത്തോടെ അടുത്ത വേൾഡ് കപ്പിനായിട്ട് ഒരുങ്ങുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 പരിക്ക് അദ്ദേഹത്തെ വേട്ടയാടിയ വർഷമായിട്ട് പോലും 15 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സാൻഡോസിന് വേണ്ടി. 2025 ആകെ അദ്ദേഹം കളിച്ചത് 28 മത്സരങ്ങളാണ്. 11 ഗോളുകളും 4 അസിസ്റ്റുകളും. 140 മിനിറ്റ്, ഓരോ 140 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 8 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. 76 കീ പാസുകൾ കൊടുത്തു. 155 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. 45 സക്സസ്ഫുൾ ട്രിപ്പിളിങ്ങുകൾ നടത്തി. ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2026 വരെ ഇതാ അവർ പുതുക്കിയിരിക്കുകയാണ്. ഈ വർഷം കൂടുതൽ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും സാൻഡോസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരത്തിൽ നെയ്മർ ഉണ്ടാവില്ല. അത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി സാൻഡോസ് ഇതാ കളിക്കാനിറങ്ങുന്നു. നവോരി സെൻറ്റിനോ എന്ന ക്ലബിനെതിരെ പൗലിസ്റ്റ A1 ആ മത്സരം നടക്കുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 12:30 ആ കളി നടക്കുക. ഗാബിഗോൾ ഈ മത്സരത്തിൽ അരങ്ങേറിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.